ഇവിടെ ഇവളുടെ അനിയത്തി അവിടെ എല്ലാം തന്നെ കോപ്പിയടിച്ചാണ് നടക്കുന്നത്. മുൻജന്മത്തിൽ അവിടെ അനിയത്തി അവിടെ എല്ലാം തന്നെ പകർത്തിയെടുക്കും. എന്നാൽ ഒരു ദിവസം കടക്കാർ അവളെ വളഞ്ഞുകൂടി. 50 മില്യൺ വാങ്ങിച്ചത് തിരിച്ചടയ്ക്കാത്തതിനാൽ അവൾ ഞെട്ടിപ്പോയി. എന്നാൽ ആ കടങ്ങൾ വരുത്തിവെച്ച തന്നെ അവിടെ അനിയത്തിയായിരുന്നു. അവളുടെ വീട്ടുകാർ പോലും അവളെ സപ്പോർട്ട് ചെയ്തില്ല. വഞ്ചന കാണിച്ചെന്നും തൻ്റെ മകളുടെ ഐഡന്റിറ്റി മോഷ്ടിക്കാൻ ധൈര്യം കാണിച്ചെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്താക്കി. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഇതിന് പിന്നിൽ അവിടെ അനിയത്തിയാണെന്നുള്ളത്. അവളെ പോലെ മുഴുവനായിട്ട് ഇവൾ മാറിക്കഴിഞ്ഞാൽ അവളുടെ പാരൻസിന്റെ മുഴുവൻ സമ്പത്തും ഇനി അനിയത്തിക്കാകും കിട്ടുക. പിന്നീട് കണ്ണ് തുറക്കുമ്പോഴാണ് അവൾ വീണ്ടും പുനർജനിച്ച കാര്യം മനസ്സിലാകുന്നത്. അപ്പോഴാണ് അവിടെ അനിയത്തി വന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ അമ്മയും അച്ഛനും കാറ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് പോയി ഡീലർഷിപ്പ് ഉറപ്പിക്കാമെന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുവരാനായി വന്നു. അവൾക്ക് വേണ്ടത് ചേച്ചി വാങ്ങുന്ന അതേ സെയിം കാറ് വാങ്ങണം എന്നതാണ്. എന്നാൽ ഇപ്രാവശ്യം കഴിഞ്ഞത്തെ പോലെ അവിടെ ലൈഫിൽ തന്നെ മോഷ്ടിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവളുടെ ഫ്രണ്ടിനെ കൂട്ടിയിട്ടായിരിക്കും പോവുക. ഷോറൂമിലെത്തുമ്പോൾ അനിയത്തി കാറിന്റെ വലുപ്പം കണ്ട് ഉടനെ തന്നെ കാറ് ബുക്ക് ചെയ്തു. ആ ഷോറൂമിൽ ഇപ്പോൾ ആ 2 കാറ് മാത്രമാണ് അവശേഷിക്കുന്നതേ ഉള്ളൂ. അധികം താമസിയാതെ അനിയത്തി കരാറിൽ ഒപ്പുവെച്ചു. മാനേജർ പണം ചോദിച്ചപ്പോൾ അവൾ ഒരു കാറിന് മാത്രമേ ക്യാഷ് കൊണ്ടുവന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അവൾക്ക് കാറ് വാങ്ങിയിട്ട് പോയി. അപ്പോഴാണ് അവിടെ അനിയത്തി കുടുങ്ങിയ കാര്യം മനസ്സിലാകുന്നത്. എന്നിരുന്നാലും അവൾ കോടീശ്വരനായ അവളുടെ കാമുകനോട് കാറ് വാങ്ങാനായിട്ട് കുറച്ച് ക്യാഷ് കടം ചോദിച്ചു. എന്നാൽ അവൻ്റെ കയ്യിലുള്ളത് ആ കാറ് വാങ്ങാനുള്ള ക്യാഷ് പോലും ഉണ്ടായില്ല. പിന്നീട് എന്ത് സംഭവിച്ചെന്നറിയാൻ വീഡിയോ ലൈക്ക് ചെയ്ത് നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.